സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതി വിവാദത്തിൽ ബി.ജെ.പി. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമ 150 മെഡിക്കൽ സീറ്റിനായി ബി.ജെ.പി. നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചിരുന്നത് 15 കോടി രൂപയാണെന്നത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കൾ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RS നേതാവിന്റെ ബന്ധു വഴിയാണ് കോഴ വാങ്ങിയതെന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം മെഡിക്കൽ കോഴ വിവാദത്തിൽ ശനിയാഴ്ച ചേരാനിരിക്കുന്ന ബി.ജെ.പി. യോഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാനാണ് സാധ്യത. വിശദാംശങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, കൊടും കോഴയുടെ ഒരു വിശദാംശങ്ങളാണത് പാർട്ടി തന്നെ നിശ്ചയിച്ച കമ്മീഷൻ. ആ കമ്മീഷനിലൂടെയാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ ഈ വേളയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രതീക്ഷ, ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ബി.ജെ.പിയുടെ നേതൃയോഗം പാലക്കാട് നടക്കുന്ന ഘട്ടത്തിലാണ് വി മുരളീധര പക്ഷം നേതാക്കളാണ് ഈ വിഷയം യോഗത്തിനകത്ത് ഉന്നയിച്ചത്. അതായത് ഒരു തിക്കലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമയുടെ കയ്യിൽ നിന്ന് 5 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള തരത്തിൽ 7 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള തരത്തിലായിരുന്നു അന്ന് നേതാക്കൾ യോഗത്തിനകത്ത് ആരോപിച്ചിരുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ ഭരണം വരുമ്പോൾ സംസ്ഥാനത്ത് ബി.ജെ.പി. നേതാക്കൾ ഇത്തരത്തിൽ കോഴ വാങ്ങുന്നത് പാർട്ടിക്ക് തന്നെ അപമതിപ്പ് ഉണ്ടാക്കും എന്നുള്ള തരത്തിലാണ് ഈ നേതാക്കൾ അന്ന് വിഷയം അവതരിപ്പിച്ചെങ്കിലും ഇതിനെ എതിർ ഗ്രൂപ്പ് നേതാക്കൾ അന്ന് വാക്കുകൾ കൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിഷയത്തിൽ ഈ വർക്കല മെഡിക്കൽ കോളേജിലെ ഉടമ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അന്ന് പാലക്കാട് യോഗത്തിൽ അമിത്ഷാ കൂടെ പങ്കെടുത്ത ഒരു യോഗമാണ്. അമിത്ഷായുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അമിത്ഷായുടെ ശ്രദ്ധയിലേക്ക് ഈ കോഴ ആരോപണ വിഷയം ഉന്നയിക്കുന്ന ഒരു ഘട്ടവും അത് തന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അമിത്ഷായുടെ പക്കൽ ഇത്തരത്തിൽ ഒരു വിഷയം വരുന്ന ഒരു സാഹചര്യവും കണക്കിലെടുത്ത് അന്ന് അമിത്ഷാ ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണം എന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ 2 അംഗ കമ്മീഷനെ ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയായിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ KP ശ്രീശനും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയായ AK നസീറിനെയും അടങ്ങുന്ന 2 അംഗങ്ങളെ അന്വേഷണത്തിനായി നിയോഗിക്കുകയാണ് ചെയ്തത്. ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന അധ്യക്ഷന് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിനകത്താണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ ഈ കോഴയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്ന അല്ലെങ്കിൽ ഈ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ, ഒന്ന്, ഈ തിരുവനന്തപുരം വർക്കലയിലെ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് 150 മെഡിക്കൽ സീറ്റുകൾ അധികമായി വാങ്ങി നൽകാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ 15 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും അതിൽ ആദ്യഘട്ടമായി 5 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 5 കോടി രൂപ നൽകി എന്നുള്ളത് തന്നെയാണ് ഈ പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയോ ഇടപെടലിന്റെ ഘട്ടത്തിൽ ഈ സീറ്റ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പണവും പോയി സീറ്റുമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ വർക്കലയിലെ ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമ എന്ന് പറയുന്നത് SNDPയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ്, BDJSന്റെ ഭാരവാഹി കൂടെയാണ്. അത്തരത്തിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് ഈ വർക്കല മെഡിക്കൽ കോളേജിന്റെ ഉടമ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കാര്യം ജനറൽ സെക്രട്ടറിയെ ശ്രദ്ധയപ്പെടുത്തുകയും BDJS വഴി തന്നെ ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇതിനകത്ത് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വം മുഖവിലക്കെടുത്തില്ല. തുടർന്നാണ് BDJS വഴി ഈ വിഷയം അമിത്ഷായുടെ ചെവികളിൽ എത്തിച്ചത്. അങ്ങനെയാണ് ഇതിലൊരു അന്വേഷണ പ്രഖ്യാപനം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ തുക നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ബി.ജെ.പിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസുമായി പ്രവർത്തിക്കുന്ന സുനിൽ മടങ്ങിയെത്താം. ഇപ്പോൾ PM മനോജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PM മനോജ്, ഒരുപക്ഷെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും വലിയ കൊടുങ്കോഴയുടെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ വർക്കലയിലെ ആ സ്വാശ്രയ കോളേജിന് 150 സീറ്റുകൾ, അതിനായി 15 കോടി. ഇതൊക്കെ ഒരു കൊടും കോഴയായി അത് പാർട്ടി വെച്ച ഒരു അന്വേഷണ കമ്മീഷൻ, ആ കമ്മീഷനാണ് കണ്ടെത്തുന്നത് ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ എന്ന തരത്തിലേക്ക്. എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവത്തെ? അഴിമതിക്ക് അതീതരാണ് തങ്ങളെന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കുന്നവരാണ് ബി.ജെ.പിക്കാർ. നേരത്തെ വാജ്പേയി ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയാണ് നടന്നത്. അന്ന് ആ അഴിമതി ബി.ജെ.പിക്കകത്ത് തന്നെ മൂടി വെക്കാൻ ശ്രമിച്ചത് അതില് പാർട്ടി എന്ന നിലയിൽ ആ ബി.ജെ.പിയുടെ നേതൃത്വവും ഭാഗവാക്കായിരുന്നു. പാർട്ടി തീരുമാനിച്ചിട്ടാണ് അഴിമതി നടത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതികൾ ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല.
ആ പാർട്ടി ഭരണം കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഫണ്ടിലേക്ക് പണമുണ്ടാക്കാൻ വലിയ തോതിൽ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെ പൈസ വാങ്ങാൻ പോകുന്നത്. യഥാർത്ഥത്തില് കേരളത്തിലെ ആ BJPക്ക് അകത്ത് ഇതുപോലുള്ള ഒരു ചേരിപ്പോരുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അഴിമതി പുറത്തു വരില്ലായിരുന്നു. ഇപ്പോഴ് ഒരു വിഭാഗം, മുരളീധരൻ വിഭാഗം, മറുവിഭാഗത്തിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് മൂടിവെക്കുന്ന അനേകം അഴിമതികൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് അകത്ത് അഴിമതിയുടെ പേരിൽ രണ്ടു കൂട്ടരും വർഗീയത ശക്തമായി പ്രചരിപ്പിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്, വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇവർ അഴിമതിയിൽ ആറാടി നിൽക്കുന്നു. ശവപ്പെട്ടി, ഇവർ ദേശീയതയെക്കുറിച്ച് വലിയ തോതിൽ പറയുന്ന ആളുകളാണല്ലോ. എന്നാൽ അതിർത്തിയിൽ പോരാടി ഭരിച്ച ജവാന്മാരുടെ മൃതദേഹം കൊണ്ടുവരാനുള്ള ശവപ്പെട്ടി വാങ്ങുന്നതിൽ പോലും അഴിമതി നടത്തിയ പാരമ്പര്യമുള്ള ആളുകളാണ് ഇവർ. ഇപ്പോഴ് രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്ന അഴിമതി വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കഴിഞ്ഞ UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് നയിച്ച ഗവൺമെന്റ് അഴിമതിക്കാരുടെ ഗവൺമെന്റാണ് എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കി പുറത്താക്കിയ ആളുകളാണ് ഇവർ. അതിന്റെ ചെലവിൽ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഇവരിപ്പോ. രാജ്യത്തെ തന്നെ എഴുതി വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയാകെ ഇവർ കൈകടത്തിയതിന്റെ ഫലമാണല്ലോ നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ട് BJP ലീഡർഷിപ്പിനെതിരായി വന്ന ആരോപണങ്ങളും. അപ്പോ ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ കൈകടത്തി പണം വരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, യുവമോർച്ചയുടെ നേതാക്കളൊക്കെയാണ് ഈ കള്ളപ്പണമായിട്ട് പിടിക്കപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ കള്ളനോട്ടടിക്കാൻ BJPയുടെ നേതാക്കൾ ഇറങ്ങിയതാണ്. അപ്പോ ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് കേന്ദ്ര ഭരണത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അഴിമതി നടത്തി. അതായത് PM മനോജ്, അതായത് ഉപജാപങ്ങൾ ഒരുപക്ഷെ ദില്ലിയിലാണ് ഇതിന്റെ ഒരുപക്ഷെ ഈ രീതിയിലുള്ള കോഴയ്ക്ക് അതിന്റെ നീക്കുപോക്കുകളൊക്കെ നടന്നത് എന്ന് താങ്കൾ, അതായത് ഇതിനൊരു വലിയൊരു മാനം വരുന്നു, കണ്ണികളൊക്കെ വലിയ വിശാല അർത്ഥത്തിലാണ്. പ്രത്യേകിച്ച് കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരായ നേതാക്കളാണ് അവരൊക്കെ. അവരുടെയൊക്കെ തന്നെ ഒരുപക്ഷെ സാമ്പത്തിക സ്രോതസ് പോലും ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതെത്തിക്കുമോ? താങ്കൾ ഇതിനെ ഒരു ലഘൂകരിച്ച് കാണാതെ വിശാല തലത്തിലേക്ക് ഒരുപക്ഷെ ആ രീതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെ ആണ് എന്ന് ആവർത്തിക്കുകയാണ്. വിശാല തലത്തിൽ തന്നെയാണ്, കേന്ദ്രീകൃത അഴിമതിയാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിലെ BJP നേതാക്കളുടെ നടപ്പും അതുപോലെ ഭാവവും നോക്കിയാൽ മതി, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നോക്കിയാൽ മതി, അവർ ആർജിക്കുന്ന സ്വത്തുക്കൾ നോക്കിയാൽ മതി. യഥാർത്ഥത്തില് കണ്ണഞ്ചിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാവുന്നത്, ജീവിത രീതിയിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ TV ചാനലുകളിൽ വന്നിരുന്നിട്ട് അഴിമതി വിരുദ്ധ പ്രസംഗം ഘോരം നടത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് കാശ് എണ്ണി വാങ്ങിയ പല നേതാക്കന്മാരും. ഇവര് ഇപ്പൊ പുറത്തു വന്നത് മെഡിക്കൽ കോളേജാണ്. കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട നിരവധി ഈ വ്യവസായങ്ങളോ അതുപോലെ മറ്റ് അനുമതികളോ അങ്ങനെ നിരവധി അവസരങ്ങൾ ഇവർക്കുണ്ട്. ആ അവസരങ്ങൾ മുഴുക്കെ മുതലെടുത്തുകൊണ്ട് എണ്ണിക്കാശ് വാങ്ങുകയാണ്, വിലപേശി കാശ് വാങ്ങുകയാണ്. ഇത് മറച്ചു വെക്കാനാണ് ഇവർ വർഗീയ പ്രചാരണം നടത്തുന്നത്. ഇത് മറച്ചു വെക്കാനാണ് ഇവർ ആക്രമണോത്സുകമായ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് എതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ നിന്ന ഇവരാണ്. ഇവരുടെ സ്വത്ത്, ഇവരുടെ സമ്പാദ്യം ഇത് ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്നാൽ അതിനു പകരം ഇവർ ചെയ്യുന്നതോ കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് ആദായ നികുതി വകുപ്പ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് എൻഫോഴ്സ്മെന്റ്. മാത്രമല്ല ശ്രീ PM മനോജ്, അതായത് ഈ ശ്രീ KP ശ്രീശനും ഒപ്പം തന്നെ നസീറും ഇവരെ പാർട്ടി നിയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കമ്മീഷന്റെ ഈ റിപ്പോർട്ടിൽ ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസിനെ പോലും ഒരുപക്ഷെ അതിനെതിരെ പോലുമുള്ള പരോക്ഷമായ പരാമർശങ്ങൾ പോലും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് വ്യാപ്തി സംബന്ധിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്രീകൃത അഴിമതിയാണ് നടക്കുന്നത്. നേരത്തെ വോട്ട് വിറ്റ് കാശ് വാങ്ങിയ നാണം കെട്ട പാരമ്പര്യമുള്ളവരാണ് ഇവര്. സ്വന്തം വോട്ട് പോലും രാഷ്ട്രീയ എതിരാളികൾക്ക് വിറ്റ് കാശ് വാങ്ങാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു സംഘമാണ് BJP നയിക്കുന്നത്. ആ സംഘത്തിന് കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് വിലപേശി കാശ് വാങ്ങാൻ യാതൊരു മടിയും ഉണ്ടാകേണ്ടതില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് കേന്ദ്രീകൃത അഴിമതിയാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. ഇത് RSSന്റെ പദ്ധതിയാണ്. RSS എന്ന അവർ സാംസ്കാരിക സംഘടന എന്നാ പറയാ. ഇപ്പോ വീടുകളിൽ കയറി നിങ്ങൾ ഇന്നത് കഴിക്കണം, ഇന്നത് ധരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് RSS. അവര്
സ്വയം ഒരു പരിശോധന നടത്തുമെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഒരു പൊതു സ്ക്രൂട്ടിനിക്ക് ഇത് വിധേയമാകണം. ഇവരുടെ അഴിമതി ഓരോന്നോരോന്നായി നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ഭീഷണിക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ ഈ RSSന്റെ പ്രചണ്ഡമായ പ്രചാരണത്തിൽ കുരുങ്ങിപ്പോയോ അഴിമതിക്കെതിരായിട്ടുള്ള RSSന്റെ അഴിമതിക്കെതിരായ പ്രചാരണത്തിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ RSSും BJP നടത്തുന്ന ഇത്തരം കൊടിയ അഴിമതികൾക്കെതിരെ മാധ്യമങ്ങൾ രംഗത്ത് വരണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇവിടെ ശ്രീ PM മനോജ്, അതായത് പാർട്ടി അധ്യക്ഷൻ അറിയാതെ ഈ പറയുന്ന കുമ്മനം രാജശേഖരന്റെ പാർട്ടി അധ്യക്ഷന്റെ അടക്കം വിശ്വസ്തനായ നെയ്യാറ്റിൻകരയിലെ ഒരു വ്യക്തി അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഓഫീസിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത് പാർട്ടി അധ്യക്ഷൻ അറിയാതെയാണ് ഇത്തരം സൗകര്യങ്ങളോ അല്ലെങ്കിൽ ദുരുപയോഗം ഓഫീസ് അടക്കം ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് കമ്മീഷൻ, പക്ഷേ പാർട്ടി നിയോഗിച്ച കമ്മീഷനിൽ പറയുന്നത്. അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതാണോ? അല്ല, അത് പാർട്ടി അധ്യക്ഷൻ എന്ന് പറയുന്ന കഴിവ് കെട്ട ഒരാളാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തുന്നത് പാർട്ടി അധ്യക്ഷൻ അറിയില്ല, പാർട്ടി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നത് പാർട്ടി അധ്യക്ഷൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ ഈ നേതാവിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ്. അതല്ലാതെ ഈ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നേതാവ് ഇതിനൊക്കെ അഴിമതി അതീതനാണ് എന്ന ധാരണയൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം ഇതിന്റെ ഭാഗമാണ്. ഈ കറപ്റ്റ് രാഷ്ട്രീയത്തിന്റെ, ഈ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തിന്റെ, വർഗീയതയുടെ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് ആ കുമ്മനത്തെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ആളുകളാണ് അഴിമതിക്കാർ എന്ന ധാരണയൊന്നും ആർക്കും വേണ്ടതില്ല. മറിച്ച് ആ പാർട്ടിയും ആ സംഘവും അഴിമതിക്കാരാണ് എന്ന ധാരണയിലാണ് എത്തേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിലെ കണ്ടുള്ളൂ. ഇനി എന്തൊക്കെ വരാൻ പോകുന്നു? എവിടെയൊക്കെ ഈ കേരളത്തിൽ എവിടെ നടക്കുന്ന സ്വത്ത് തർക്കങ്ങളിലും BJPക്കാർ ചാടി വീഴുന്നുണ്ട്, എവിടെ നടക്കുന്ന മധ്യസ്ഥങ്ങളിലും BJPക്കാർ ചാടി വീഴുന്നുണ്ട്, RSS ചാടി വീഴുന്നുണ്ട്. അവർ കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊക്കെ ഇടപെട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു സ്ക്രൂട്ടിനി നടക്കുക തന്നെ വേണം. അങ്ങനെ നടന്നാൽ ഇപ്പോ നാട്ടുകാരുടെ ഭാഗ്യത്തിന് BJPക്ക് അകത്ത് ഇങ്ങനെ ഒരു ചേരിതിരിവും തമ്മിലടിയും വന്നതുകൊണ്ട് ഇത്രയും കുറച്ചു കാര്യങ്ങളെങ്കിലും പുറത്തു വന്നു. ഇനി നാട്ടുകാർ തന്നെ ഇടപെട്ട് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇവരെയൊക്കെ നാട്ടിൽ നിർത്തി വിചാരണ ചെയ്യണം എന്നതാണ് എന്റെ അഭിപ്രായം. അതായത് ശ്രീ PM മനോജ് ആവശ്യപ്പെടുന്നത്, അതായത് ഈ പല BJP സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കാൻ വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് മണിമാളികൾ ഒക്കെ വെച്ച് വലിയ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി പോലും മാറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അതിനകത്തെ ഒരു ചേരിതിരിവിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില യാഥാർത്ഥ്യങ്ങളെങ്കിലും പുറത്തേക്ക് വരുന്നു. ഇതിന് അപ്പുറത്തേക്ക് വിശാലാർത്ഥത്തിലുള്ള പരിശോധനകൾ വേണം. അത് ഏത് തരത്തിലായാലും ആ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ തിരിച്ചു വരുമ്പോൾ വലിയ സമ്പന്നനായിട്ടാണ് വരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന കുചേലന് ഏതാണ്ട് അതുപോലെയാണ് മോഡി അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിലെ ഓരോ RS നേതാവിന്റെയും സമ്പത്ത് കുമിഞ്ഞു കൂടുകയാണ്. അപ്പൊ അത് പരിശോധിക്കപ്പെടണ്ടേ? ഇവർ ഈ നാട്ടിൽ എന്ത് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഇതുപോലെ അഴിമതി നടത്തിയിട്ട് അവരുടെ അഴിമതി മറച്ചു വെക്കാനുള്ള ബലപ്രയോഗം അല്ലെങ്കിൽ ഭീഷണി, അതുപോലെ പ്രചണ്ഡമായ പ്രചാരണം, വർഗീയ പ്രചാരണം അതവർ നടത്തുന്നു. അതാണ് സ്ക്രൂട്ടിനി ചെയ്യണമെന്ന് പറയുന്നത്. അത് ജനകീയ സ്ക്രൂട്ടിനിയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ അധികാരികൾ സംസ്ഥാന ഗവൺമെന്റിന് പരിമിതമായ അധികാരമേ ഉള്ളൂ. ആ പരിമിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും അതുപോലെ എൻഫോഴ്സ്മെന്റ്, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളെ ഉപയോഗിച്ച് ഇവർ നടത്തുന്ന കള്ളക്കളി അത് പൊളിക്കാനുള്ള ജനകീയ ഇടപെടൽ, ഇപ്പോൾ വിവരാവകാശം അതുപോലെ മറ്റ് ലിറ്റിഗേഷന്റെ ഒക്കെ മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളാകെ ഈ അഴിമതി വിരുദ്ധ സമീപനത്തിനായി ഉപയോഗിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ PM മനോജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സുനിലിലേക്ക് കൂടി വരുമ്പോൾ, സുനിൽ, എന്തായാലും ഇതൊരു വിഷയം സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള അതിൻ്റെ സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച ചേരാൻ പോകുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമോ? ഈ കമ്മീഷന്റെ തന്നെ കമ്മീഷൻ ഏതൊക്കെ വിഷയങ്ങളാണ് പരിശോധിച്ചത്? ഈ ഒരു കമ്മീഷനിൽ മാത്രം നിൽക്കുന്നതാണോ ഈ കാര്യങ്ങൾ ഒരു കോഴ? അതിനപ്പുറത്തേക്ക് നിയമപരമായ തലത്തിലേക്കൊക്കെ ഇത് എത്തപ്പെടാനുള്ള സാധ്യതകൾ എങ്ങനെ? ആ രീതിയിലൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ വിലയിരുത്തിയാൽ? പ്രതീക്ഷ, ശനിയാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിനകത്ത് തീർച്ചയായും ഈ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് ചർച്ചാ വിഷയമാകുന്നത്. കാരണം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് നേതാക്കൾ തന്നെ ഉന്നയിക്കും എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ മറ്റു ചില നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ വിമർശനവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഇതിൽ കുമ്മനം രാജശേഖരൻ്റെ ഓഫീസിലെ ഒരു വ്യക്തി കൂടെ ഇതിൽ പങ്കാളിയായി എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിൽ ഒരു വിഭാഗം ഇതിനെ ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ
ഈ കോഴയുടെയൊക്കെ ഇടപാടുകൾ കംപ്ലീറ്റ് നടത്തുന്നത് ദില്ലി കേന്ദ്രീകരിച്ചുള്ള ഒരാളാണ്. ദില്ലി കേന്ദ്രീകരിച്ചുള്ള, അതായത് RSS നേതാവിൻ്റെ ബന്ധുവാണ് ദില്ലിയിലുള്ളത്. ഇദ്ദേഹം വഴിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇദ്ദേഹം ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപങ്ങളിൽപ്പെട്ട ആളായതുകൊണ്ട് ഇദ്ദേഹം വഴി പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു കൺസൾട്ടിംഗ് ഫീ ആയാണ് ഇത് നൽകിയത് എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹത്തിൽ നിന്നുള്ള ഒരു വിവരം ഈ കമ്മീഷൻ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഈ വ്യക്തി തന്നെ പറഞ്ഞത്, ഇതെൻ്റെ കൺസൾട്ടൻസി ഫീസായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, അല്ലാതെ കോഴയല്ല എന്നുള്ള തരത്തിലാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടാൻ പോകുന്നത്, ഈ BJPയുടെ സംസ്ഥാന സെല്ലിലെ ഒരു നേതാവുണ്ട്, ആ നേതാവിനെ പുറത്താക്കണം, നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ നേതാവാണ് ഇവിടെ മീഡിയേറ്ററായി ഇരുന്നു കൊണ്ട് ദില്ലിയിലെ ഈ വ്യക്തിയുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കോഴ ഇടപാടുകൾ നടത്തുന്നത്. ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അത് വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ കോഴയുമായി ബന്ധപ്പെട്ട ഉയർന്നു നിൽക്കുന്ന, അതായത് വി മുരളീധരന്റെ പക്ഷം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു നേതാവുണ്ട്, PK കൃഷ്ണദാസ് പക്ഷത്തിലെ മെയിൻ നേതാവ്, നേരത്തെ ഇലക്ഷനിൽ മത്സരിച്ച നേതാവ്. ആ ഇലക്ഷൻ മത്സരിച്ച ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തിയിരുന്നത് എന്നാണ് കമ്മീഷൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ നേതാവിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നടപടിയെടുത്തുകൊണ്ട് അവർ അങ്ങനെ ഏതു തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വലിയ ഒരു കോഴ വിവാദം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ ആരോപണം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന് സമർപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വിഷയം ചർച്ച ചെയ്യുമെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വാക്പോരുകൾ BJPക്ക് അകത്തുണ്ടാകും, അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്ക് തന്നെ വഴിവെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ശരി. സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതി വിവാദത്തിൽ BJP അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമ 150 മെഡിക്കൽ സീറ്റിനായി BJP നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചിരുന്നത് 15 കോടി രൂപയാണെന്നത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു. PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കൾ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSS നേതാവിന്റെ ബന്ധു വഴിയാണ് കോഴ നൽകിയതെന്നും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മെഡിക്കൽ കോഴ വിവാദത്തിൽ ശനിയാഴ്ച ചേരാനിരിക്കുന്ന BJPയുടെ യോഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട്.